ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാതസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് ടെമ്പിൾ ഇസ്കോൺ മാംഗ്ലൂരിന്റെ ഈശോപനിഷത്ത് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ മാതാജി. ഉപനിഷത്ത് ധ്യാന മന്ത്രമാണ് നമ്മൾ എടുക്കാൻ പോണ്ടായിരുന്നു അല്ലെ. ഒന്ന് തുടങ്ങാണ് നമ്മള് ഈശോപനിഷത്തില്. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ഇന്നലെ നമ്മൾ ഇൻട്രൊഡക്ഷൻ കണ്ടു. ഇനി ധ്യാന മന്ത്രം കുറച്ചുള്ളൂ, അത് നമുക്ക് എടുത്തിട്ട് ഒന്നാമത്തിലേക്ക് പോകാം. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് ജയ്, ശ്രീല പ്രഭുപാദ് ജയ്. ഉപനിഷത്ത് എന്താണെന്ന് പറഞ്ഞു നമ്മള് അല്ലെ. ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പറഞ്ഞ? ഉപനിഷത്ത് എന്ന് വെച്ചാൽ എന്താണെന്ന് കണ്ടു. 4 തരത്തിൽ വേദങ്ങൾ 4 എണ്ണായിട്ട്, ആദ്യം ഒറ്റ വേദമായിരുന്നു, അതിനെ 4ആക്കി തിരിച്ചതാണെന്ന് മനസ്സിലായി. പിന്നെ ഇത് ഈശോപനിഷത്ത് എന്ന് പറഞ്ഞത് യജുർവേദത്തിന്റെ ഭാഗമാണെന്ന് കണ്ടു. പിന്നെ മനുഷ്യരുടെ 4 ന്യൂനതകൾ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ. ഇനി അടുത്തത് നമ്മൾ തുടങ്ങുന്നത് തുടങ്ങാന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് തുടങ്ങാണ് നമ്മുടെ ഈശോപനിഷത്ത് തുടങ്ങാണ്. ഫസ്റ്റ് ധ്യാനമന്ത്രാണ്. അപ്പൊ ഇത് പഠിക്കാൻ പറ്റുന്നവരൊക്കെ പഠിക്കുക. ധ്യാനമന്ത്രം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഇതാണ് ധ്യാനമന്ത്രം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. വിവർത്തനം എന്താ പറയണത്? പരമദിവ്യോത്തമ പുരുഷൻ സത്യവും പൂർണ്ണവുമാകയാൽ അദ്ദേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ പ്രാതിഭാസിക പ്രപഞ്ചവും അതുപോലെ മറ്റുള്ളവയും പരിപൂർണമാണ്. പൂർണ്ണതയിൽ നിന്നും ഉണ്ടാകുന്ന എന്തും സ്വയം പരിപൂർണങ്ങളാണ്. ഭഗവാൻ സമ്പൂർണനാകയാൽ അദ്ദേഹത്തിൽ നിന്ന് അനേകം പൂർണ്ണങ്ങൾ ഉത്ഭവിച്ചാലും അവിടുന്ന് സമ്പൂർണനായി തന്നെ അവശേഷിക്കുന്നു. അപ്പൊ ഇവിടെ ഇതിന്റെ മീനിങ് പറഞ്ഞ എന്താണ്? പരമദിവ്യോത്തമ പുരുഷൻ ആയിട്ടുള്ള ഭഗവാൻ എങ്ങനെയാണ്? ഭഗവാൻ സത്യമാണ്, പൂർണ്ണമാണ്. അപ്പൊ ഭഗവാൻ സത്യവും പൂർണ്ണവും ആയതുകൊണ്ട് തന്നെ ഭഗവാനിൽ നിന്ന് ഉത്ഭവിക്കുന്ന എല്ലാം എങ്ങനെയായിരിക്കും? പരിപൂർണങ്ങളായിരിക്കും. പ്രതിഭാസിക പ്രപഞ്ചവും അതുപോലെ എല്ലാതും, ഈ പ്രപഞ്ചവും എല്ലാതും ഭഗവാനിൽ നിന്ന് ഉത്ഭവിക്കുന്നത് എല്ലാം പൂർണ്ണങ്ങളായിരിക്കും. ആ പൂർണ്ണതയിൽ നിന്നുണ്ടാകുന്ന എന്തും എന്താണ്? സ്വയം പരിപൂർണങ്ങളാണ്. അപ്പൊ ഈ പൂർണ്ണതയിൽ നിന്ന് ഉത്ഭവിക്കുന്നതെല്ലാം സ്വയം പരിപൂർണതകളാണ്. ഭഗവാൻ സമ്പൂർണനായതുകൊണ്ട് തന്നെ ഭഗവാനിൽ നിന്ന് എത്ര പൂർണ്ണങ്ങൾ ഉത്ഭവിച്ചാലും ഭഗവാൻ എങ്ങനെ തന്നെ നിലനിൽക്കും? സമ്പൂർണനായിട്ട് തന്നെ നിലനിൽക്കും. അപ്പൊ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ എങ്ങനെയാണ്? സത്യമാണ്, സമ്പൂർണനാണ്, പരിപൂർണനാണ്. അപ്പൊ ഭഗവാനിൽ നിന്ന് ഉത്ഭവിക്കുന്നതും അപ്പൊ എങ്ങനെ തന്നെയായിരിക്കും? പരിപൂർണങ്ങളായിട്ടുള്ള തന്നെയായിരിക്കും. അപ്പൊ ഈ പൂർണ്ണതയിൽ നിന്ന് ഉണ്ടാകുന്നതെല്ലാം സ്വയം പൂർണ്ണങ്ങളാണ്. എത്ര പൂർണ്ണങ്ങൾ ഉണ്ടായാലും ഭഗവാൻ എങ്ങനെ തന്നെ അവശേഷിക്കും? സമ്പൂർണനായിട്ട് തന്നെ അവശേഷിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഭഗവാൻ പൂർണ്ണമാണ്, സത്യമാണ്. അപ്പൊ ഭഗവാനിൽ നിന്ന് ഉത്ഭവിക്കുന്നതും എങ്ങനെ തന്നെയായിരിക്കും?
അതേപോലെ തന്നെ ആയിരിക്കും, പൂർണ്ണമായിട്ടുള്ളത് തന്നെ ആയിരിക്കും. ഭഗവാൻ പൂർണ്ണനായതുകൊണ്ട് ഭഗവാനിൽ നിന്ന് ഉത്ഭവിക്കുന്നതും പൂർണ്ണങ്ങൾ തന്നെ ആയിരിക്കും. അപ്പൊ ഭഗവാൻ സമ്പൂർണ്ണനായതുകൊണ്ട് തന്നെ എത്ര പൂർണ്ണങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ഉത്ഭവിച്ചാലും ഭഗവാൻ എങ്ങനെ തന്നെ അവശേഷിക്കും? ഭഗവാൻ പൂർണ്ണനായിട്ട് തന്നെ അവശേഷിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? ഹരേ കൃഷ്ണ. നമുക്ക് ഇത്തിരി കൂടി പറയുമ്പോ നോക്കാം, കിട്ടും ഒന്നുകൂടി. പരമദിവ്യോത്തമ പുരുഷൻ സത്യവും പൂർണ്ണവുമാണ്. ഭഗവാൻ എങ്ങനെയാണ്? സത്യമാണ്, പൂർണ്ണമാണ്. അദ്ദേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ പ്രതിഭാസിക പ്രപഞ്ചവും അതുപോലെ മറ്റുള്ളവയും എങ്ങനെയാണ്? പരിപൂർണമാണ്. അപ്പൊ ഭഗവാനിൽ നിന്ന് ഉത്ഭവിക്കുന്ന, ഭഗവാൻ പൂർണ്ണനായതുകൊണ്ട് തന്നെ ആ ഭഗവാനിൽ നിന്ന് ഉത്ഭവിക്കുന്നതെല്ലാം എങ്ങനെയായിരിക്കും? പരിപൂർണമായിരിക്കും. ഈ പൂർണ്ണതയിൽ നിന്നുണ്ടാകുന്നത് എന്തും സ്വയം പരിപൂർണങ്ങളാണ്. അപ്പൊ ഇതിനെല്ലാം എങ്ങനെയായിരിക്കും? എല്ലാം സ്വയം പരിപൂർണമായിട്ടുള്ളതാണ് ഭഗവാനിൽ നിന്ന് ഉത്ഭവിക്കുന്നതൊക്കെ തന്നെ. ഭഗവാൻ സമ്പൂർണനായതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് അനേകം പൂർണ്ണങ്ങൾ ഉത്ഭവിച്ചാലും ഭഗവാൻ എങ്ങനെ തന്നെ നിലനിൽക്കും? സമ്പൂർണനായിട്ട് തന്നെ ഭഗവാൻ നിലനിൽക്കും. 3 ഭാവങ്ങളിൽ പൂർണ്ണത എന്ന ആശയം എന്ന് പറയുന്നത്, പരമദിവ്യോത്തമ പുരുഷൻ എങ്ങനെയാണ്? സച്ചിദാനന്ദനാണ്, സത്ത് ചിത്താനന്ദനാണ്. ഭഗവാൻ എന്ന് പറയുന്നത് പരിപൂർണനാണ്, സച്ചിദാനന്ദനാണ് ഭഗവാൻ. സച്ചിദാനന്ദനാണ് ഭഗവാൻ എന്ന് പറയാം. സത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർമ്മയുണ്ടോ? വന്നോ? ഭഗവാൻ സത്യചിത്താനന്ദനാണ്. അതായത് സത്ത് ഓർമ്മയില്ല, എന്താണ് പറഞ്ഞത്? ഭഗവാൻ സത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശാശ്വതമായിട്ടുള്ളത്. ചിത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജ്ഞാനം. ചിത്ത് മനസ്സല്ല, ജ്ഞാനം. നമുക്ക് പൂർണ്ണമായ ജ്ഞാനമാണ്. പിന്നെ അതുപോലെ തന്നെ ആനന്ദം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരമാനന്ദം. ഭഗവാൻ എന്ന് പറഞ്ഞാല് ശാശ്വതമായിട്ടുള്ളതാണ്, പരമമായ അതീന്ദ്രിയമായ ജ്ഞാനമാണ്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ജ്ഞാനമാണ്. ആനന്ദം എന്ന് വെച്ചാല് പരമാനന്ദം. അതാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ആ നിരാകാര ബ്രഹ്മ സാക്ഷാത്കാരം എന്നത് അവിടത്തെ സദ്ഭാവത്തിന്റെ അഥവാ സനാതനത്വത്തിന്റെ സാക്ഷാത്കാരം മാത്രമേ ആകുന്നുള്ളൂ. അപ്പോ നിരാകാര ബ്രഹ്മ സാക്ഷാത്കാരം എന്ന് പറയുന്നത് എന്ത് മാത്രമേ ആകുന്നുള്ളൂ? ആ സനാതനത്തിന്റെ ഒരു സത്സ്വഭാവത്തിന്റെ ഒരു സാക്ഷാത്കാരം മാത്രമാണ് എന്ത്? ആ ബ്രഹ്മ സാക്ഷാത്കാരം എന്ന് പറയുന്നത്. പരമാത്മ സാക്ഷാത്കാരമാകട്ടെ സച്ചിത് എന്നീ സവിശേഷത ഉൾക്കൊള്ളുന്ന അവിടത്തെ അനശ്വരതയും പൂർണ്ണജ്ഞാനവും മാത്രമാകുന്നുള്ളൂ. ഇവിടെ ആ ഭഗവാന്റെ പരമസത്യത്തെ മനസ്സിലാക്കുന്ന 3 ഭാവങ്ങള്: ബ്രഹ്മം, പരമാത്മ, ഭഗവാൻ. അപ്പൊ ആദ്യത്തെ ആ ബ്രഹ്മം എന്ന് പറയുന്നത് നമുക്കറിയാം എന്ത് മാത്രമേ ആകുന്നുള്ളൂ? ആ ഭഗവാന്റെ സദ്ഭാവത്തിന്റെ അല്ലെങ്കിൽ ആ സനാതനത്വത്തിന്റെ സാക്ഷാത്കാരം മാത്രമേ നമുക്ക് എവിടെ വരുന്നുള്ളൂ? ആ ബ്രഹ്മത്തിൽ വരുന്നുള്ളൂ. പരമാത്മാവിലാണെങ്കിലോ സത്ത് ചിത്ത് അത് മാത്രമേ നമുക്ക് എവിടെ കിട്ടുന്നുള്ളൂ? അനശ്വരതയും പൂർണ്ണജ്ഞാനവും മാത്രമേ നമുക്ക് എവിടെ വരുന്നുള്ളൂ? ആ പരമാത്മാവിൽ വരുന്നുള്ളൂ. അനശ്വരത ശാശ്വതമായിട്ടുള്ളതും പൂർണ്ണജ്ഞാനവും അതാണ് നമുക്ക് എന്ത് പറയുന്നത്? സത്ത് ചിത്ത് എന്ന് പറഞ്ഞാല് പരമാത്മാ സാക്ഷാത്കാരത്തില്. പക്ഷെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവത് സാക്ഷാത്കാരത്തിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സത്ത് ചിത്ത് ആനന്ദം കിട്ടുന്നത്. അതാണ് എല്ലാ അതീന്ദ്രിയ ഗുണങ്ങളുടെയും സാക്ഷാത്കാരമാണ് എന്ത്? ഈ സച്ചിദാനന്ദം എന്ന് പറയുന്ന പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ സാക്ഷാത്കരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ സച്ചിദാനന്ദം, സത്ത് ചിത്ത് ആനന്ദം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. ഇതാണ് ഭഗവാൻ സാക്ഷാത്കാരം എന്ന് പറയുന്നത്. ഒരാൾ പരമപുരുഷനെ സാക്ഷാത്കരിക്കുമ്പോൾ അയാൾ നിരപേക്ഷ സത്യത്തിന്റെ ഈ ഭാവങ്ങളൊക്കെ പൂർണ്ണമായി സാക്ഷാത്കരിക്കുന്നു. അപ്പൊ പരമപുരുഷനെ സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാല് ആ സത്യചിത്ത് ആനന്ദം, ഇത് അതായത് ബ്രഹ്മവും പരമാത്മാ ഭഗവാൻ ഇതെല്ലാം പൂർണ്ണമായിട്ട് സാക്ഷാത്കരിക്കാൻ ആർക്ക് സാധിക്കും? ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണനെ സാക്ഷാത്കരിക്കുന്നവർക്ക് സാധിക്കും. വിഗ്രഹ എന്നാൽ രൂപം എന്നാണ് അർത്ഥം. വിഗ്രഹ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥാക്കുന്നത്? രൂപം. അങ്ങനെ പൂർണ്ണ സത്ത രൂപരഹിതനല്ല, സച്ചിദാനന്ദ വിഗ്രഹ എന്നാണ് പറയുന്നത് അല്ലെ. ബ്രഹ്മാവ് ഭഗവാനെ കീർത്തിക്കുന്ന എങ്ങനെയാണ്? ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം എന്ന് പറയുന്നത്. ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ എന്ന് പറയുന്നത്. ആ സച്ചിദാനന്ദ വിഗ്രഹനാണ് ആര്? ഭഗവാൻ എന്ന് പറയുന്നത്. ഭഗവാൻ അപ്പൊ എങ്ങനെയാണ്? പൂർണ്ണസത്ത രൂപരഹിതനല്ല ഭഗവാൻ. രൂപമുണ്ട്, ഭഗവാൻ ഒരു രൂപമുണ്ട് എന്നാണ് പറയണത്.
സച്ചിദാനന്ദ വിഗ്രഹ എന്നാണ്. സത്യചിദാനന്ദനായിട്ടുള്ള വിഗ്രഹമാണ്, ആര്, രൂപമാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ബ്രഹ്മാവ് ബ്രഹ്മാവ് എന്തിലാ പറയണത്? ബ്രഹ്മസംഹിതയിൽ പറയുന്നത് അങ്ങനെയാണ്. അപൂർണ സത്ത ഒരിക്കലും എങ്ങനെയല്ല, രൂപരഹിതനല്ല. ഭഗവാൻ ഒരിക്കലും രൂപരഹിതനല്ല. ഭഗവാൻ രൂപരഹിതനാണെങ്കിൽ ഭഗവാൻ എന്ത് സാധിക്കില്ല? ഭഗവാന് പൂർണ്ണമായിട്ടുള്ള സൃഷ്ടി നടത്താൻ സാധിക്കില്ല. പക്ഷെ ഭഗവാൻ എങ്ങനെയാണ്? രൂപരഹിതനല്ല എന്ന് പറയാം. പൂർണ്ണസത്ത രൂപരഹിതം അല്ല. കൃഷ്ണൻ ഇല്ലാതെ പ്രപഞ്ചം അപൂർണമാണ്. ഭഗവാൻ ഇല്ലെങ്കിൽ എന്തില്ല? ഈ പ്രപഞ്ചമില്ല, അത് അപൂർണമാണ്. ഈ ഭൗതിക ലോകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കൃഷ്ണൻ നമുക്ക് ഈ ഒരു സമ്പൂർണ്ണ ക്രമീകരണം ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഭൗതിക ലോകത്ത് നിന്ന് പുറത്ത് കടക്കാനുള്ള ഒരു ക്രമീകരണം ആര് ചെയ്തിട്ടുണ്ട്? ഭഗവാൻ ചെയ്തിട്ടുണ്ട്. എന്താണ്? പൂർണ്ണ സത്ത രൂപരഹിതമല്ല. അത് പറയുന്നത് പരമപുരുഷന്റെ ബാഹ്യശക്തി എന്ന നിലയിൽ ഭഗവാന്റെ എല്ലാ ശക്തികളും പൂർണ്ണമായി കണക്കാക്കപ്പെടുന്നു. ഈ പ്രതിഭാസം ലോകവും സ്വയം സമ്പൂർണമാണ്. അപ്പൊ ഭഗവാന്റെ ആന്തരിക ശക്തിയും ബാഹ്യശക്തിയും, അതിൽ ബാഹ്യശക്തിയാണ് എന്ത്? ഭൗതിക ലോകം എന്ന് പറയുന്നത്. അപ്പൊ ആ ഭൗതിക ലോകം എന്ന് പറയുന്നത് അതും എങ്ങനെയാണ്? ഈ ഭൗതിക പ്രതിഭാസ ലോകവും സ്വയം സമ്പൂർണങ്ങളാണ്. കാരണം ഭഗവാന്റെ സൃഷ്ടികളെല്ലാം എങ്ങനെയാണ്? സമ്പൂർണങ്ങളാണ്. അപ്പൊ പ്രപഞ്ചത്തിന്റെ എല്ലാതും ഭഗവാന്റെ ബന്ധപ്പെട്ട എല്ലാം ഭഗവാന്റെ അംശങ്ങളാണ്. ആ പൂർണ്ണ അംശങ്ങൾ എല്ലാം എങ്ങനെയായിരിക്കും? ഭഗവാനിൽ നിന്ന് ഉത്ഭവിക്കുന്നതെല്ലാം സമ്പൂർണങ്ങളായിരിക്കും. ഭഗവാന്റെ സൃഷ്ടികളെല്ലാം പൂർണ്ണങ്ങളായിരിക്കും. എന്നിട്ടും ഭഗവാൻ എങ്ങനെ നിലനിൽക്കും? സമ്പൂർണനായിട്ട് നിലനിൽക്കുന്നതാണ് പറയുന്നത് അല്ലെ. അപ്പൊ പ്രപഞ്ചത്തിന്റെ പൂർണ്ണാംശങ്ങൾ എന്ന് പറയുമ്പോൾ ഈ 84 ലക്ഷം ജീവയോനികള്, അതായത് ഈ എല്ലാ ജീവാത്മാക്കളും എങ്ങനെയാണ്? ഭഗവാന്റെ അംശമാണ്, ഭഗവാന്റെ സൃഷ്ടിയാണ്. അപ്പൊ എല്ലാവരും എങ്ങനെയാണ്? പൂർണ്ണങ്ങളാണ്. സൂര്യൻ പൂർണ്ണനാണ്. നമ്മുടെ ശരീരം പൂർണ്ണമായിട്ടുള്ളതാണ്. പ്രപഞ്ചം പൂർണ്ണമായിട്ടുള്ളതാണ്. അവയെല്ലാം പൂർണ്ണ അംശങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പൊ ഇതെല്ലാം എന്തായിട്ട് പ്രവർത്തിക്കാണ്? ഭഗവാന്റെ പൂർണ്ണ അംശങ്ങളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതെങ്ങനെയാണ്? പരിപൂർണ സത്തയെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി സൂക്ഷ്മങ്ങളായ പൂർണ്ണാംശങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും നൽകിപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ പരിപൂർണ സത്തയെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഈ സൂക്ഷ്മങ്ങളായിട്ടുള്ള എല്ലാ പൂർണ്ണാംശങ്ങൾക്കും എല്ലാ സൗകര്യങ്ങളും നൽകിയിട്ടുണ്ട്. അങ്ങനെ പൂർണ്ണ സത്ത രൂപരഹിതമല്ല. പൂർണ്ണ സത്ത ഒരിക്കലും എങ്ങനെയല്ല? രൂപരഹിതമല്ല. അവിടെ നിന്ന് രൂപരഹിതനായിരുന്നുവെങ്കിൽ, ഭഗവാന്റെ രൂപരഹിതനാണെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഭഗവാന് കുറവുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് പൂർണ്ണനാകാനിടയില്ല. ഭഗവാൻ ഒരിക്കലും എന്ത് സാധിക്കില്ല? പൂർണ്ണനാകാനിടയില്ല എന്ന് പറഞ്ഞു. രൂപരഹിതനായിരുന്നെങ്കിൽ, ഭഗവാൻ രൂപമില്ലാത്തവനായിരുന്നെങ്കിൽ ഭഗവാൻ ഒരിക്കലും പൂർണ്ണത നേടാനായിട്ട് സാധിക്കില്ല. മാത്രമല്ല ഭഗവാന്റെ സൃഷ്ടികളും എങ്ങനെയാകും? സ്വാഭാവികമായിട്ടും അതിനും പരിപൂർണത കൈവരിക്കാനായിട്ട് സാധിക്കില്ല. പൂർണ്ണ സത്ത എന്നത് ആന്തരികമായും ബാഹ്യമായും സകലവും ഉൾക്കൊള്ളുന്നതും നമ്മുടെ ഭാവനയ്ക്കൊക്കെ അതീതവും ആവണം. മറിച്ചായാൽ അത് പൂർണ്ണമല്ല. അപ്പൊ പൂർണ്ണസത്ത എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും സകലതും ഉൾക്കൊള്ളുന്നതായിരിക്കണം. നമ്മുടെ ഭാവനയ്ക്കൊക്കെ അതീതവുമായിട്ടും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയാണ്? അത് മറിച്ചായാൽ അത് പൂർണ്ണമല്ല എന്നാണ് പറയുന്നത്. അപ്പൊ പൂർണ്ണസത്ത എന്നത് ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും സകലതും ഉൾക്കൊള്ളുന്നതായിരിക്കണം. നമ്മുടെ ഭാവനയ്ക്കെല്ലാം അതീതമായിരിക്കാൻ വേണം. അങ്ങനെയാണെങ്കിലാണ് അത് പൂർണ്ണമാകുന്നത്. പൂർണ്ണത എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക? അതിപ്പോ നമുക്ക് ഈ പറഞ്ഞു എല്ലാം പൂർണ്ണങ്ങളാണെന്ന് പറഞ്ഞു. ശരീരത്തിന്റെ ഭാഗമായ കരങ്ങൾ ശരീരത്തിനോട് ചേർന്നിരിക്കുമ്പോൾ മാത്രമാണ് ഒരു പൂർണ്ണ ഏകാകമായി വർത്തിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഈ ശരീരം പൂർണ്ണമാണെന്ന് പറഞ്ഞു. നമുക്ക് അതെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അതിന്റെ ഭാഗമാണ് എന്ത്? കൈകള്. ആ കൈകള് ശരീരത്തിനോട് ചേർന്നിരിക്കുമ്പോഴാണ് അത് എന്താവുന്നത്? ആ ഒരു പൂർണ്ണ ഏകാകമായിട്ട് അതിന് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. ആ കൈകള് ശരീരത്തിനോട് ചേർന്നിരിക്കുമ്പോഴാണ് അതിന് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ആ ജീവസത്ത പൂർണ്ണസത്തയുടെ ഭാഗവും അംശവുമായതിനാൽ അത് പൂർണ്ണമാകുന്നു. അതേപോലെ തന്നെയാണ് എന്ത്? ജീവാത്മാക്കള് ഭഗവാന്റെ അംശമായതുകൊണ്ട് അതിനെന്ത് സാധിക്കും? ഭാഗവും ഭാഗവുമാണ്. അതുകൊണ്ട് അത് പൂർണ്ണമാകും. പൂർണ്ണസത്തയുടെ സേവനത്തിൽ ഏർപ്പെടുമ്പോൾ മാത്രമേ മനുഷ്യ ജീവിതത്തിന്റെ പൂർണ്ണത സാക്ഷാത്കരിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ മനുഷ്യ ജീവിതത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഭഗവത് സേവനം ചെയ്യുക. ഭഗവത് സേവനത്തിൽ ഏർപ്പെടുമ്പോഴാണ് നമുക്ക് ആ പൂർണ്ണത കൈവരിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ശരീരത്തിനോട് ചേർന്നിരിക്കുമ്പോഴാണ് ആ കൈകൾ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നത്. അതേപോലെ തന്നെയാണ് എന്ത്? നമ്മളെ മനുഷ്യജന്മത്തിന് പൂർണ്ണത കൈവരിക്കാൻ സാധിക്കുന്നത് എപ്പോഴാണ്? ഭഗവത് സേവനത്തിൽ ഏർപ്പെടുമ്പോഴാണ് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുന്നത്.
പൂർണ്ണ സത്തയെ പറ്റിയുള്ള അജ്ഞതയാണ് എല്ലാത്തരം അപൂർണ ബോധത്തിനും കാരണം. ജീവജാലങ്ങൾക്ക് ഇന്ദ്രിയ സുഖം പൂർണ്ണ സത്തയുമായി പൊരുത്തപ്പെടാതെ ആസ്വദിക്കാൻ കഴിയില്ല. ഇന്ദ്രിയ ആസ്വാദനത്തിന്റെ വഴിതെറ്റിക്കുന്ന ജീവിതമാണ് മായ. ജീവിതം ആണ് മായ. അപ്പൊ ജീവജാലങ്ങൾക്ക് ഇന്ദ്രിയ സുഖം പൂർണ്ണ സത്തയുമായി പൊരുത്തപ്പെടാതെ ആസ്വദിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇന്ദ്രിയ സുഖം അനുഭവിക്കാനായിട്ട് പൂർണ്ണ സത്തയുമായിട്ട് പൊരുത്തപ്പെടാതെ ആസ്വദിക്കാനായിട്ട് കഴിയില്ല. അപ്പൊ ഇവിടെ അജ്ഞതയാണ് നമുക്ക് എന്ത് പറ്റുന്നത്? അപൂർണമായ ബോധത്തിന് കാരണം നമ്മുടെ അജ്ഞതയാണ്. ജീവജാലങ്ങൾക്ക്, നമുക്ക് ജീവാത്മാക്കൾക്കൊന്നും ആ ഇന്ദ്രിയ സുഖം പൂർണ്ണ സത്തയുമായി പൊരുത്തപ്പെടാതെ ആസ്വദിക്കാനായിട്ട് സാധിക്കില്ല. ഇന്ദ്രിയ സുഖം അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? ഭഗവാൻ നമുക്കറിയാം ഋഷികേശനാണ്. ഇന്ദ്രിയ സുഖം ആസ്വദിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് പൂർണ്ണ സത്തയുമായിട്ട് പൊരുത്തപ്പെടണം. പൂർണ്ണ സത്തയുമായിട്ട് പൊരുത്തപ്പെട്ടാൽ മാത്രമേ നമുക്കത് ആസ്വദിക്കാനായിട്ട് സാധിക്കുള്ളൂ, അല്ലാതെ സാധിക്കില്ല. ഇന്ദ്രിയ ആസ്വാദനത്തിന്റെ വഴി തെറ്റിക്കുന്ന ജീവിതമാണ് എന്ത്? മായ. മായ എന്ന് പറയുന്നത് ആ ഇന്ദ്രിയ ആസ്വാദനത്തിന്റെ ആ വഴി തെറ്റിക്കുന്ന, വേറെ രീതിയിലേക്ക് തിരിച്ചു വിടുന്നതാണ് എന്ത്? മായ എന്ന് പറയുന്നത്. ഇതാണ് ഇത്രയാണ് നമ്മുടെ ഇതിൽ പറയുന്നത്, ഈ ധ്യാന മന്ത്രത്തിൽ പറയുന്നത്. ധ്യാന മന്ത്രം എന്ന്, അപ്പൊ ധ്യാന മന്ത്രത്തിൽ നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ടത് ആ മന്ത്രം, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ഏതാണ് ശ്ലോകം? പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ അതാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ള മന്ത്രം. മന്ത്രം എന്നാണ് പറയാ, ശ്ലോകങ്ങളല്ല മന്ത്രം. അപ്പൊ അതും അതിന്റെ മീനിങ്ങും പഠിക്കുക. ഒന്നാമത്തെ പറ്റുകയാണെങ്കിൽ എല്ലാവരും പഠിച്ചോളൂ. ഇത് ഡെയിലി ചൊല്ലണം, നല്ലതാണ്. പറ്റുകയാണെങ്കിൽ പഠിക്കുക, അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനിങ് പഠിക്കുക. അപ്പൊ ഇത് പറഞ്ഞെന്താണ്? ഭഗവാൻ സത്യമാണ്, പരിപൂർണനാണ്. അപ്പൊ ഭഗവാനിൽ നിന്ന് ഉത്ഭവിക്കുന്നതെല്ലാം എങ്ങനെയായിരിക്കും? പൂർണ്ണങ്ങളായിരിക്കും. ഭഗവാനിൽ നിന്ന് എത്ര പൂർണ്ണങ്ങൾ ഉണ്ടായാലും ഭഗവാൻ എങ്ങനെ തന്നെ നിലനിൽക്കും? സമ്പൂർണനായിട്ട് തന്നെ നിലനിൽക്കും. അതാണ് നമ്മള് ധ്യാന മന്ത്രത്തിൽ പറയുന്നത്. അപ്പൊ ഭഗവാൻ സത്യമാണ്, പരിപൂർണനാണ്. ഭഗവാനിൽ നിന്ന് എത്ര പൂർണ്ണങ്ങൾ ഉണ്ടായാലും ഭഗവാൻ എങ്ങനെ തന്നെ നിലനിൽക്കും? സമ്പൂർണനായിട്ട് തന്നെ നിലനിൽക്കും. അപ്പൊ ഭഗവാനിൽ നിന്ന് ഉത്ഭവിക്കുന്നതെല്ലാം പൂർണ്ണങ്ങളാണ്, ഭഗവാൻ സമ്പൂർണനായിട്ട് തന്നെ നിൽക്കും. അതാണ് നമ്മളെ ധ്യാന മന്ത്രത്തില് പറയുന്നത്. മനസ്സിലായോ എല്ലാവർക്കും ധ്യാന മന്ത്രം? ഇനി ഒന്നാമത്തെ മന്ത്രം. ഹരേ കൃഷ്ണ. ഹരേ മാതാജി, നമ്മളെ അതൊരു ഉദാഹരണം പറയുന്നുണ്ട്. നമ്മളൊരു വിളക്ക് കത്തിക്കുമ്പോ ആ വിളക്കിൽ നിന്ന് വേറെ തിരികൾ കത്തിക്കുമ്പോ ആദ്യം കത്തിച്ച വിളക്ക് അങ്ങനെ തന്നെ പൂർണ്ണമായി നിൽക്കുന്നുണ്ടല്ലോ. അതെ അതെ അതെ. ഇനി അടുത്തത് അതെ, ശരി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. അടുത്തത് ഒന്നാമത്തെ ഉപദേശം. ഉപദേശമല്ല, മന്ത്രം. ഫസ്റ്റത്തെ നമ്മളെ ധ്യാന മന്ത്രമാണ്. അത് 0 നമ്പറാ വരുന്നത്. ഇനി ഒന്നാമത്തെ തൊട്ട് മന്ത്രങ്ങൾ 1, 2 നമ്പർ പോകണം കേട്ടോ. ഒന്നാമത്തെ മന്ത്രം ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് കി ജയ്, ശില പ്രഭുപാദ് കി ജയ്. ഒന്നാമത്തെ ഈശോപനിഷത്തിലെ ഒന്നാമത്തെ മന്ത്രം. ഈശാവാസ്യമിതം സർവം യത്കിം ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ജീത മാ കൃതാ കസ്യ സിദ്ധനം. ഈശാവാസ്യമിതം സർവം യത്കിം ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ജീത മാ കൃതാ കസ്യ സിദ്ധനം. എന്താ പറയണത്? ഈ ഇതിൽ പറഞ്ഞ ഫസ്റ്റത്തെ മന്ത്രത്തിൽ പറയണത് പ്രപഞ്ചത്തിനകത്തുള്ള സർവചരാചരങ്ങളും ഈശ്വരന്റെ ഉടമസ്ഥതയിലുള്ളതും ഈശ്വരനാൽ നിയന്ത്രിക്കപ്പെട്ടതുമാണ്. അതുകൊണ്ട് ഒരുവൻ തനിക്കായി നീക്കിവെട്ടിക്കപ്പെട്ട അർഹമായ വസ്തുവകകൾ മാത്രം സ്വീകരിക്കുക, മറ്റുള്ളവരുടെ ധനം ആശിക്കരുത് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ചരാചരങ്ങളും ആരുടെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും ഉള്ളതാണ്? ഭഗവാന്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും ഉള്ളതാണ്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഒരു വിഹിതം ഭഗവാൻ നീക്കി വെച്ചിട്ടുണ്ട്. അത് മാത്രം നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ, മറ്റുള്ളവരുടെ ധനം ആശിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ മന്ത്രത്തിൽ പറയുന്നത്. അതായത് ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും ഭഗവാന്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും ഉള്ളതാണ്. ഓരോരുത്തർക്കും ഭഗവാനാണ് എല്ലാവരും നിയന്ത്രിച്ചിരിക്കുന്നതും നിയമിച്ചിരിക്കുന്നതും സൃഷ്ടിച്ചിരിക്കുന്നതൊക്കെ ഭഗവാൻ തന്നെയാണ്. അപ്പൊ സൃഷ്ടിച്ചപ്പോ തന്നെ ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ വിഹിതങ്ങൾ ഭഗവാൻ നീക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ വീട്ടില് നമ്മളൊരു 4 മക്കളുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ പ്ലേറ്റിൽ അമ്മ ഭക്ഷണം വിളമ്പി വെക്കുന്നത് പോലെ നമുക്ക് വേണ്ട ഭക്ഷണം എടുക്കാൻ പാടുള്ളൂ, ആ പ്ലേറ്റ് മാത്രം എടുക്കാൻ പാടുള്ളൂ, മറ്റുള്ളവരെ പ്ലേറ്റ് എടുക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഭഗവാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോരുത്തർക്കും ഓരോ വിഹിതം നീക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അർഹമായത് മാത്രം നമ്മൾ സ്വീകരിക്കുക,
മറ്റുള്ളവരുടെ ധനം നമ്മൾ ആശിക്കാൻ പാടില്ല. മറ്റുള്ളവരുടെ നമ്മൾ അപ്പുറത്തെ പ്ലേറ്റ് നമ്മൾ എടുക്കാൻ പറ്റില്ല. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പൊ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളും ഭഗവാന്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും ഉള്ളതാണ്. ഈ ഭഗവാനാൽ നിയന്ത്രിക്കപ്പെടുന്നതാണ്. അപ്പൊ ഓരോരുത്തർക്കും ഒരു വിഹിതം നീക്കി വെച്ചിട്ടുണ്ട്. ആ അർഹമായത് മാത്രം സ്വീകരിക്കാൻ, മറ്റുള്ളവരുടെ ആശിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ മന്ത്രത്തില് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായി മാതാജി. പരമോന്നത സത്തയെ അഗ്നിയോട് ഉപമിക്കാറുണ്ട്. ചേതനവും അചേതനവുമായ വസ്തുക്കളെല്ലാം അഗ്നിയുടെ ചൂടിനോടും പ്രകാശത്തോടും ഉപമിക്കപ്പെടുകയും ചെയ്യുന്നു. അഗ്നി ചൂടിന്റെയും പ്രകാശത്തിന്റെയും രൂപത്തിൽ ഊർജത്തെ വിതരണം ചെയ്യുന്നത് പോലെ ഈശ്വരൻ അവിടുത്തെ ശക്തികളെ വ്യത്യസ്ത രീതികളിൽ പ്രദർശിപ്പിക്കുന്നു. സകലതിന്റെയും നിയന്താവും രക്ഷകനും നിർദ്ദേശകനുമായി വർത്തിക്കുന്നു. കൃഷ്ണനിൽ നിന്ന് വേർപിരിയുമ്പോൾ നാം നശിക്കുന്നു. അതിനാൽ ഈശ്വരനല്ലാതെ മറ്റൊരാളും ഒരു വസ്തുവിന്റെയും ഉടമസ്ഥനല്ല എന്നറിയാനുള്ള ബുദ്ധിശക്തി ഒരുവനുണ്ടായിരിക്കണം. ഇവിടെ പറയുന്നത് ആ പരമോന്നത സത്ത, ആ പരമോന്നതമായ സത്യത്തെ നമ്മൾ എന്തിനോട് ഉപമിക്കാണ്? അഗ്നിയോട് ഉപമിക്കാണ്. അഗ്നിയോട് ഉപമിക്കുന്നു. ചേതനയും അചേതനവുമായ വസ്തുക്കളെല്ലാം അഗ്നിയുടെ ചൂടിനോടും പ്രകാശത്തോടും ഉപമിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ ചേതനയുള്ളതും ചേതന ഇല്ലാത്തതുമായിട്ടുള്ള എല്ലാ വസ്തുക്കളും എന്താണ്? അഗ്നിയുടെ ചൂടിനോട് അല്ലെങ്കിൽ പ്രകാശത്തോടാണ് ഉപമിക്കുന്നത്. അഗ്നി ചൂടിന്റെയും പ്രകാശത്തിന്റെയും രൂപത്തിൽ ഊർജത്തെ വിതരണം ചെയ്യുന്നത് പോലെ അഗ്നി അപ്പൊ പല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ചൂടായിട്ട് കിട്ടുന്നുണ്ട്, പ്രകാശമായിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ നമുക്ക് ആ ഊർജത്തെ കിട്ടുന്നത് പോലെ ഭഗവാന്റെ ശക്തികളെ വ്യത്യസ്ത രീതികളിൽ പ്രദർശിപ്പിക്കും. അപ്പൊ എല്ലാത്തിന്റെയും നിയന്താവും രക്ഷകനും എല്ലാം ആരാണ്? ഭഗവാനാണ്. പക്ഷെ ഭഗവാന്റെ ശക്തികള് പല രീതിയില് ഭഗവാൻ പ്രദർശിപ്പിക്കും. ഭഗവാനിൽ നിന്ന് വേർപിരിയുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്? നമുക്ക് നാശം സംഭവിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചിന്തിക്കണം? ഭഗവാൻ അല്ലാതെ മറ്റൊരാള് ഒരു വസ്തുവിന്റെയും ഉടമസ്ഥനല്ല എന്നറിയാനുള്ള ഒരു ബുദ്ധിശക്തി നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കണം? ഈ ഭൗതിക പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളുടെയും സ്രഷ്ടാവും എല്ലാത്തിന്റെയും ഉടമസ്ഥനും എല്ലാത്തിന്റെയും നിയന്താവും ഭഗവാനാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിശക്തി ഓരോരുത്തർക്കും ഉണ്ടാകണം. എല്ലാവർക്കും വ്യത്യസ്ത വിഹിതമുണ്ട്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ആ ശ്ലോകത്തിൽ മന്ത്രത്തിൽ പറയണത് എന്താണ്? ഈശവാസ്യമിതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ചീത മാകൃത കസ്യ സിദ്ധന. അപ്പൊ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള വിഹിതങ്ങളുണ്ട്. ഉദാഹരണം പറയുന്നത്, പശു പാല് നൽകും നമുക്ക്, അല്ലെ? പശു നമുക്ക് പാല് നൽകും. എന്നാ പശു ആ പാല് സ്വയം കുടിക്കുന്നുണ്ടോ? ഇല്ല. പശു എന്താ കഴിക്കുന്നത്? പുല്ലും ധാന്യവുമാണ് ഭക്ഷണമായിട്ട് കഴിക്കുന്നത്. പാലാണെങ്കിലോ നമുക്ക് മനുഷ്യർക്ക് ഭക്ഷണം എന്ന നിലയിൽ നമുക്ക് നൽകുകയും ചെയ്യുന്നു. അപ്പൊ പശുവിന് നീക്കി വെച്ചിരിക്കുന്നത് എന്താണ്? ഭഗവാൻ പുല്ലും ധാന്യങ്ങളാണ് പശുവിന് ഭഗവാൻ നീക്കി വെച്ചിരിക്കുന്നത്. മനുഷ്യർക്കാണ് എന്ത്? പശുവിന്റെ പാല് ഭഗവാൻ നൽകിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് നീക്കി വെച്ചതാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ പശുവിനല്ല എടുക്കേണ്ടത്, പശുവിന്റെ പാലാണ് എടുക്കേണ്ടത്. പശു എന്ത് ചെയ്യും? നമ്മളെ ഭക്ഷണമല്ല എടുക്കണ, പശുവിന് നീക്കി വെച്ച ധാന്യങ്ങളും പിന്നെ പുല്ലുമാണ് പശു ഭക്ഷണമായിട്ട് എടുക്കുന്നത്. അങ്ങനെ ആയിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്. രണ്ടാമത്തത് പറയുന്നത് എന്താണ്? ഉദാഹരണം, ഒരു പുലി അരിയോ ഗോതമ്പോ പശുവിൻ പാലോ ഭക്ഷിക്കുന്നില്ല. കാരണം അതിന് നിർദ്ദേശിക്കപ്പെട്ട ഭക്ഷണം പച്ച മാംസത്തിന്റെ രൂപത്തിലുള്ളതാണ്. ഒരു പുലിയാണെങ്കിലോ അരിയോ ഗോതമ്പോ പശുവിൻ പാലോ നമ്മളിപ്പോ ചോറും കറികളൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പുലിക്ക് വേണ്ട. കാരണം പുലിക്ക് പറഞ്ഞിരിക്കുന്ന ഭക്ഷണം എന്താണ്? പച്ചമാംസാണ്. അപ്പൊ അത് ഭഗവാൻ ഏത് വിഹിതാണ് അതിന് നീക്കി വെച്ചിരിക്കുന്നത്, അതാണ് സ്വീകരിക്കുന്നത്. മറ്റുള്ളവരുടെ അത് ആശിക്കുന്നില്ല. അപ്പൊ പുലി എന്ത് ചെയ്യും? പുലിക്ക് പറഞ്ഞിരിക്കുന്ന ഭക്ഷണം പച്ച മാംസമായിരിക്കും ഭക്ഷണിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും? അരിയും ഗോതമ്പും പശുവും പാലൊക്കെ നമ്മൾ ഭക്ഷിക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇതാണ് ഓരോരുത്തർക്കും പറഞ്ഞു വെച്ചിരിക്കുന്ന വിഹിതം മാത്രമേ നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കാൻ പാടുള്ളൂ. മറ്റുള്ളവരുടെ ധനം നമ്മൾ ഒരിക്കലും ആശിക്കാനായിട്ട് പാടില്ല എന്ന് പറയാം. അപ്പൊ അതിന് ഉദാഹരണങ്ങളാണ് നമ്മളൊക്കെ പറഞ്ഞത്. പക്ഷെ നമ്മൾ ഇത് മുഴുവനും പാലിക്കുന്നില്ല എന്നുള്ളതാണ് ശരിയായ കാര്യം, അല്ലെ? അപ്പൊ ഇതാണ് ഇതിന്റെ മന്ത്രത്തിന്റെ മീനിങ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഈശാവാസ്യ തത്വം, ദൈവത്തെ കേന്ദ്രീകരിച്ചുള്ള ആശയമാണ്. ഉദാഹരണം, ഒരു വീട് പണിയാനായിട്ട് നമുക്ക് മണ്ണ്, മരം, കല്ല്, ഇരുമ്പ്, സിമന്റ് തുടങ്ങിയ പല വസ്തുക്കളും ചേർന്നാണ് നിർമ്മിക്കുന്നത്. അപ്പൊ ഒരു വീട് എന്ന് പറഞ്ഞാൽ നിർമ്മിക്കണമെങ്കിൽ ഈ പറഞ്ഞ വസ്തുക്കളൊക്കെ വേണം. നമുക്ക് മണ്ണ് വേണം, മരം വേണം, കല്ല് വേണം, ഇരുമ്പ് വേണം, സിമന്റ് വേണം. ഇതൊക്കെ ചേർത്തിട്ടാണ് നമുക്കൊരു വീട് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഈശോപനിഷത്തിന്റെ ഭാഷയിൽ അല്ലെങ്കിൽ ഈശോപനിഷത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂയിൽ എങ്ങനെയാണ്?
ഇത്തരത്തിൽ ഒരു പദാർത്ഥവും നമുക്ക് സ്വയം നിർമ്മിക്കാൻ സാധ്യമല്ലെന്ന് നമ്മൾ മനസ്സിലാക്കുക. അവയൊക്കെ നമുക്ക് സ്വന്തം പരിശ്രമത്തിലൂടെ സംഘടിപ്പിച്ച് ആവശ്യമായ രൂപത്തിലേക്ക് മാറ്റി തീർക്കാൻ സാധിക്കും. പക്ഷെ ഇതൊന്നും നമുക്ക് എന്ത് സാധിക്കില്ല, നമുക്ക് സ്വയം നിർമ്മിക്കാൻ സാധിക്കില്ല. ഈ എല്ലാ കാര്യങ്ങളും ഇവിടെ ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ഒന്നും നമുക്ക് സ്വയം നിർമ്മിക്കാൻ സാധിക്കില്ല. പക്ഷെ ആ വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് നമ്മുടെ ഇഷ്ടത്തിനുള്ളൊരു വസ്തുവായിട്ട് ആ രൂപത്തിലേക്ക് മാറ്റാൻ നമുക്ക് സാധിക്കും. കഠിനാധ്വാനം വഴി രൂപവൽക്കരണം നടത്തിയ ഒരു തൊഴിലാളിക്ക് അതുകൊണ്ട് മാത്രം ഒരു വസ്തുവിന്റെ ഉടമസ്ഥ അവകാശപ്പെടാൻ സാധിക്കില്ല. അതങ്ങനെ മാറ്റിയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഉടമസ്ഥതയിലുള്ളതായി മാറുമോ? ഇല്ല. കാരണം അത് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന മുഴുവൻ ആരുടെയാണ്? ഭഗവാന്റെ വസ്തുക്കളാണ്. അതുകൊണ്ട് നമ്മൾ അത് ഉണ്ടാക്കുന്നു എന്നല്ലാതെ പക്ഷെ നമുക്ക് അതിന്റെ ഉടമസ്ഥത അവകാശപ്പെടാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഇപ്പൊ ഒരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ ആ വീടിന് മണ്ണ് വേണം, മരം വേണം, കല്ല് വേണം, ഇരുമ്പ് വേണം, സിമെന്റ് വേണം. ഈ പറഞ്ഞ വസ്തുക്കളൊക്കെ ചേർത്തുമ്പോഴാണ് ഒരു വീടാകുന്നത്. ഈ വസ്തുക്കളൊക്കെ ഭൂമിയിൽ നിന്ന് കിട്ടിയ വസ്തുക്കള് നമ്മൾ എന്ത് ചെയ്തു? അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന മറ്റ് അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് നമ്മൾ ഇത് ഉണ്ടാക്കുന്നു എന്നല്ലാതെ ശരിക്കും അത് നമ്മുടേതാണോ? അപ്പോ അല്ല. കാരണം ഈ പറഞ്ഞ വസ്തുക്കളല്ല നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച എല്ലാ വസ്തുക്കളും ഭഗവാന്റെ ഉടമസ്ഥതയിലുള്ള ഭഗവാന്റെ വസ്തുക്കളായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് നമ്മളത് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരിക്കലും അതിന്റെ ഉടമസ്ഥാവകാശം നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല, അവകാശപ്പെടാനായിട്ട് സാധിക്കില്ല. പൂച്ചകളെയും പട്ടികളെയും പോലെ കലഹിക്കുന്നത് മനുഷ്യവിഹിതമല്ല. അപ്പൊ ഭഗവാൻ പറഞ്ഞത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ വിഹിതം നീക്കി വെച്ചിട്ടുണ്ട്. അത് മാത്രം നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ, മറ്റുള്ളവരുടെ ആശിക്കാൻ പാടില്ല, അല്ലെ? അപ്പൊ നമുക്ക് കലഹം വരും അവിടെ. അതൊരിക്കലും ശരിയല്ല. നമ്മുടെ പറഞ്ഞത് പൂച്ചകളെയും പട്ടികളും കലഹിക്കുന്നതിനാൽ പാപസ്പർശമേൽക്കുന്നില്ല. എന്നാൽ മനുഷ്യന് പാപകർമ്മങ്ങൾ ഉണ്ടാകുന്നു. മനുഷ്യൻ മൃഗങ്ങളുടെ വിഹിതം ഉപയോഗിച്ചാൽ അവൻ മൃഗമായിട്ട് മാറും. അപ്പൊ ഇവിടെ പറയുന്നത് ഓരോരുത്തർക്കും ഓരോ വിഹിതം നീക്കി വെച്ചിട്ടുണ്ട്. അത് മാത്രം അവർ സ്വീകരിക്കാൻ പാടുള്ളൂ, മറ്റുള്ളവരെ നാശിക്കാൻ പാടില്ല. പൂച്ചകളും പട്ടികളും കലഹിക്കുന്നതിനാൽ പാപസ്പർശമേൽക്കുന്നില്ല. ഒരിക്കലും പൂച്ചയും പട്ടിയൊക്കെ കലഹിച്ചാലും അവർക്ക് എന്തില്ല? പാപഫലങ്ങളില്ല. അതായത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് മാത്രമാണ് എന്തുള്ളത്? പ്രതിപ്രവർത്തനങ്ങളുള്ളത്. മനുഷ്യരുടെ കർമ്മങ്ങൾക്ക് മാത്രമാണ് പ്രതിപ്രവർത്തനങ്ങളുള്ളത്. കർമ്മങ്ങൾ അല്ലെങ്കിൽ കാർമ്മിക നിയമങ്ങൾ ബാധകമാർക്കാണ്? മനുഷ്യര് ചെയ്യുന്ന പ്രവർത്തികൾക്കാണ്. മൃഗങ്ങൾക്ക് അത് ബാധകമല്ല. അപ്പൊ മനുഷ്യര് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് എന്തുണ്ടാവും? പാപമാണെങ്കിൽ പാപകർമ്മങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ പുണ്യാണെങ്കിൽ പുണ്യകർമ്മങ്ങൾ ഉണ്ടാവും. അപ്പൊ മനുഷ്യൻ മൃഗങ്ങളുടെ വിഹിതം ഉപയോഗിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ ആരായിട്ട് മാറാണ്? മൃഗമായിട്ട് മാറാണ് ചെയ്യുന്നത്. അതായത് താഴ്ന്നു പോവുകയാണ് ചെയ്യുന്നത്. പട്ടികൾക്കും പൂച്ചകൾക്കും ഉപദേശം നൽകാൻ ഈശോപനിഷത്തിന് സാധ്യമല്ല. നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ? അത് പട്ടികൾക്കും പൂച്ചകൾക്കും ഉപദേശം നൽകാനായിട്ട് നമുക്ക് സാധിക്കുന്ന കാര്യമല്ല. എന്നാൽ ആചാര്യന്മാരിലൂടെ മനുഷ്യവർഗത്തിന് ഈശ്വര സന്ദേശം നൽകാൻ കഴിയും. ആചാര്യന്മാരിലൂടെ എന്ത് സാധിക്കും? മനുഷ്യവർഗത്തിന് ഉപദേശം നൽകാനായിട്ട് സാധിക്കും. അപ്പൊ മനുഷ്യവർഗത്തിന് ഉപദേശങ്ങൾ നൽകാനും സാധിക്കും. അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് അല്ലെങ്കിലും വിവേചിച്ചറിയാനുള്ളൊരു ബുദ്ധി മനുഷ്യനുണ്ട്. അപ്പൊ അതുകൊണ്ട് മനുഷ്യർ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലങ്ങൾ മനുഷ്യർ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ മന്ത്രത്തില് പറയുന്നത്. അപ്പൊ മനുഷ്യർ എന്ത് ചെയ്യണം എന്നാണ് ഇവിടെ ബുക്കിൽ പറയുന്നുണ്ട് കുറച്ചും കൂടി കാര്യങ്ങള്. മനുഷ്യര് നമ്മൾ എന്താ ചെയ്യണം? നമുക്ക് ഓരോരുത്തർക്ക് നീക്കിവെച്ച വിഹിതം മാത്രമേ നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ, മറ്റുള്ളവരെ നമ്മൾ ആശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ നമ്മൾ ശരിക്കും എന്താ കഴിക്കേണ്ടത്? അപ്പൊ നമ്മള് സസ്യഭക്ഷണം നമുക്ക് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് എന്താണോ അതാണ് നമ്മൾ കഴിക്കേണ്ടത്. നമുക്ക് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? ചോറും കറികളും പരിപ്പ് ധാന്യങ്ങളും അതുപോലെ തന്നെ പാലുൽപ്പന്നങ്ങൾ, ഇതൊക്കെയാണ് നമുക്ക് കഴിക്കാൻ സാധിക്കുന്നത്, സസ്യങ്ങൾ കൂടെ. പക്ഷേ മറ്റുള്ളവരുടെ ഈ പറഞ്ഞ പോലെ തന്നെ മാംസാഹാരം ആർക്ക് പറഞ്ഞിട്ടില്ല? നമുക്ക് പറഞ്ഞിട്ടില്ല. നമുക്ക് പറഞ്ഞത് മാത്രമാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മളിപ്പോ എന്താ ചെയ്യണത്? അപ്പുറത്തവരുടെ പ്ലേറ്റിൽ നിന്ന് നമ്മൾ കൈയിട്ട് വരാ ചെയ്യണത് അല്ലെ? നമ്മളിപ്പോ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം
ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, നമ്മളെ വീട്ടില് ഇപ്പൊ 4 മക്കളുണ്ടെങ്കിൽ 4 പേർക്കും അമ്മ പ്ലേറ്റിൽ ഭക്ഷണം വെച്ചു കൊടുക്കുമ്പോ ഓരോരുത്തരും അവരവരുടെ പ്ലേറ്റ് എടുക്കും. അപ്പൊ ഭഗവാനെ സംബന്ധിച്ച് എന്താണ്, നമ്മള് ഭഗവാന്റെ മക്കളാണ്. അപ്പൊ ഭഗവാൻ ഓരോ മക്കള് ഓരോ രൂപത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് മനുഷ്യന്റെ രൂപം, ഒന്ന് മൃഗത്തിന്റെ രൂപം, ഒന്ന് പക്ഷിയുടെ രൂപം, ഒന്ന് വൃക്ഷത്തിന്റെ രൂപം, അത്രേ വ്യത്യാസമുള്ളൂ അല്ലേ? അപ്പൊ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ മുന്നിൽ ഓരോ പ്ലേറ്റ് ഉണ്ട്. ആ പ്ലേറ്റിലുള്ള ഭക്ഷണം മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് പറഞ്ഞിരിക്കുന്ന ഭക്ഷണം ഏതാണ് അവിടെ ഉള്ളത്? ധാന്യങ്ങളും പഴങ്ങളും പച്ചക്കറികളും ഒക്കെയാണ് ഉള്ളത്. മൃഗങ്ങളെ ഇപ്പൊ പുലിക്കാണെങ്കിൽ പുലിയുടെ മുന്നില് മാംസത്തിന്റെ പ്ലേറ്റ് ആയിരിക്കും, പക്ഷികൾക്കാണെങ്കിൽ അത് ധാന്യത്തിന്റെ പ്ലേറ്റ് അതായിരിക്കും, വൃക്ഷങ്ങൾക്കാണെങ്കിൽ അത് അതിന്റെ രീതിയിൽ. അപ്പൊ ഓരോരുത്തർക്കും ഓരോന്ന് ഭഗവാൻ നീക്കിയിട്ടുണ്ട്. അത് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. നമ്മൾ എന്താ ചെയ്യണത്? നമ്മളത് ആർക്കും കൊടുക്കുകയില്ല, അപ്പുറത്തുള്ളത് നമ്മൾ എടുക്കുകയും ചെയ്യും. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് പാടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ മന്ത്രത്തില് നമ്മൾ പറയുന്നത്. ഭഗവാൻ ഓരോരുത്തർക്കും ഓരോ വിഹിതം നീക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അത് മാത്രം നമ്മൾ എടുക്കാൻ പാടുള്ളൂ, മറ്റുള്ളവരുടെ നമ്മൾ ആശിക്കാൻ പാടില്ല. അപ്പൊ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മള് സസ്യബുക്കാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതും എന്താണ് പറയണത്? ഇവിടെ പറയുന്നുണ്ട്, സസ്യബുക്ക് ആയത് കൊണ്ട് മാത്രം നമ്മൾ ഭഗവാന്റെ നിയമങ്ങൾ അല്ലെങ്കിൽ പ്രകൃതി നിയമങ്ങളെ ഭഞ്ജിക്കുന്നത് ഒഴിവാക്കാമെന്ന് കരുതുന്നതും തെറ്റായിട്ടുള്ള ധാരണയാണ്. കാരണം എന്താണ്? സസ്യങ്ങൾക്കും എന്തുണ്ട്? ജീവനുണ്ട് അല്ലെ? സസ്യങ്ങൾക്കും ജീവനുണ്ട്. പക്ഷെ അതിന്റെ അവബോധം മൃഗങ്ങളുടെ അത്രയും വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു കോഴിനെ കഴിക്കുകയാണെങ്കിൽ ആ കോഴിയുടെ അവബോധം സസ്യത്തിന്റെ അവബോധം വ്യത്യാസമുണ്ട്. ആ രണ്ടിന്റെ അവബോധങ്ങൾ വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന്റെ അർത്ഥം സസ്യങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ എന്താ പറയാ പാപങ്ങൾ ഒഴിവാക്കുന്നു അതിന് അർത്ഥമില്ല. ഇപ്പൊ സസ്യങ്ങൾക്കും ജീവനുണ്ട്. ഒരു ജീവി മറ്റൊരു ജീവിക്ക് ഭക്ഷണമായി തീരുക എന്നുള്ളത് പ്രകൃതി നിയമമാണ് ഉള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അതിന് അപ്പൊ സസ്യങ്ങൾക്കും നമ്മളത് ഉപയോഗിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കില്ലല്ലോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യണത്? യഥാർത്ഥ സസ്യാഹാരിയാൽ മാത്രം പോരാ, ഭഗവാന്റെ ഭക്തനായിട്ട് നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്നതെല്ലാം എന്ത് ചെയ്യണം? ഭഗവാന് നിവേദിക്കണം. അപ്പോ കാരണം ആ സസ്യം ഉള്ളത് ഇപ്പൊ ഏതൊരു സസ്യമായാലും നമുക്കത് കഴിക്കേണ്ടി വരും. അപ്പൊ അതിന്റെ അവബോധം കുറവാണ് എന്ന് മാത്രം. പക്ഷെ നമ്മൾ അത് എന്ത് ചെയ്യണം? അപ്പൊ അത് ഭഗവാന് സമർപ്പിക്കുമ്പോ എല്ലാത്തിന്റെയും പൂർണ്ണത എന്ന് പറയുന്നത് എന്താണ്? ഭഗവാനുമായിട്ട് ചേരുമ്പോഴാണ് അല്ലെ? ഭഗവാന് സമർപ്പിക്കുമ്പോഴാണ് എല്ലാത്തിനും പൂർണ്ണത കൈവരിക്കാൻ സാധിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തും നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നേ ഭഗവാന് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് സാധിച്ചു? ആ വസ്തുവിന് പൂർണ്ണത കൈവരിക്കാൻ സാധിച്ചു, അതിന്റെ ലക്ഷ്യത്തിലെത്താൻ സാധിച്ചു. അപ്പോ എന്നിട്ട് നമ്മളത് സ്വീകരിക്കുമ്പോ നമുക്ക് എന്ത് വരുന്നില്ല? അവിടെ പാപം വരുന്നില്ല. അങ്ങനെയാണ് നമുക്കത് ചെയ്യാനായി. അതുകൊണ്ടാണ് നമ്മൾ ഭഗവാന് നിവേദിക്കണം എന്ന് പറയുന്നതിന്റെ ഒരു കാരണം അവിടെയാണ്. നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്നതെല്ലാം എന്ത് ചെയ്യുക? ഭഗവാന് നിവേദിച്ചിട്ട് കഴിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അല്ലാത്തവര് നമ്മൾ ഭഗവത്ഗീതയിൽ പഠിക്കുന്നുണ്ട് 3-ാമത്തെ അധ്യായത്തിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തിനാ ഭുജിക്കുന്നത്? പാപത്തെയാണ് ഭുജിക്കുന്നത് എന്നാണ് പറയുന്നത് അല്ലെ? ഇത്രയാണ് നമ്മള് ഒന്നാമത്തെ മന്ത്രത്തില് പറയുന്നത്. അപ്പൊ ഇന്ന് രണ്ട് മന്ത്രം നമ്മൾ എടുത്തത്, ധ്യാന മന്ത്രവും ഒന്നാമത്തെ മന്ത്രവും. ധ്യാന മന്ത്രത്തിൽ പറയുന്നത് ഭഗവാൻ എങ്ങനെയാണ്? സമ്പൂർണനാണ്. ഭഗവാനിൽ നിന്ന് ഉത്ഭവിക്കുന്നതെല്ലാം എങ്ങനെയായിരിക്കും? പൂർണ്ണങ്ങളായിരിക്കും. എത്ര പൂർണ്ണങ്ങൾ ഉണ്ടായാലും ഭഗവാൻ എങ്ങനെ തന്നെ അവശേഷിക്കും? പിന്നെയും സമ്പൂർണനായിട്ട് ഭഗവാൻ നിലനിൽക്കും. ഒന്നാമത്തെ മന്ത്രത്തിൽ പറഞ്ഞത് ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളും എല്ലാം ആരുടെ സൃഷ്ടിയാണ്? ഭഗവാന്റെ സൃഷ്ടി. ഓരോരുത്തർക്കും ഭഗവാൻ ഒരു വിഹിതം നീക്കി വെച്ചിട്ടുണ്ട്. അത് മാത്രം നമ്മൾ ആശിക്കാൻ പാടുള്ളൂ, മറ്റുള്ളവരുടെ നമ്മള് ആശിക്കരുത് എന്നാണ് ഒന്നാമത്തെ മന്ത്രത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. ഭഗവാൻ ഓരോരുത്തർക്കും ഒരു വിഹിതം നീക്കി വെച്ചിട്ടുണ്ട്, അത് മാത്രം നമ്മൾ സ്വീകരിക്കുക, മറ്റുള്ളവരെ നമ്മൾ ആശിക്കരുത്, നമ്മളത് നോക്കാനേ പാടില്ല എന്നുള്ളതാണ് നമുക്ക് ഒന്നാമത്തെ മന്ത്രത്തിൽ പറഞ്ഞു തരുന്നത്.